ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ആർഷോയ്ക്കെതിരെ നിങ്ങൾ ഉയർത്തിയ വിവാദം പൊളിഞ്ഞ് പാളീശായി പോയപ്പം 2, 3, 5 പേരെ കൊണ്ട് ഇരുത്തിയാലേ ചിലപ്പോ ന്യായീകരിക്കാൻ പറ്റൂ. പക്ഷെ ജേർണലിസ്റ്റ് എന്നുള്ള എഴുത്തങ്ങ് മാറ്റ്. ശ്രീമതി ചിന്ത ഇപ്പോൾ ശ്രീമതി പി കെ ശ്രീമതി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുകയായിരുന്നു. അത് നിശ്ചയമായിട്ടും ഒരു ചർച്ചയാവുന്ന ഒരു ഒറ്റ വാചകമാണ്. ഒരു അടുപ്പം കൊണ്ട് ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ വിദ്യ എന്ന് പി കെ ശ്രീമതി പറയുന്നതുമാകാം. അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഒരു ക്രിമിനലിനെ ഇങ്ങനെ വിശേഷിപ്പിക്കേണ്ട ഒരു സാഹചര്യമില്ലല്ലോ. ഒരു സ്വാഭാവിക ഒരു പാർട്ടി ബന്ധു എന്ന ഒരു ബുദ്ധിമുട്ട് കൂടി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. താങ്കളുടെ മറുപടി അതിനോട് പ്രതികരിക്കുമെങ്കിൽ അങ്ങനെ. അതിനു മുമ്പ് കഴിഞ്ഞ റൗണ്ടിൽ മറ്റു രണ്ടുപേരും പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് പ്രതികരിക്കാം. 2.5 മിനിറ്റ് താങ്കൾക്ക്. 2.5 മിനിറ്റ് തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. കാരണം ഈ ചർച്ച എങ്ങനെയാണ് നിങ്ങൾ എല്ലാവർക്കും സമയം ക്രമീകരിച്ചത് എന്നതിനെ സംബന്ധിച്ച് അയ്യപ്പദാസ് വെറുതെ ഒരു ആത്മപരിശോധന നടത്തണം. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ശ്രീമതി ചിന്ത അങ്ങനെ ഒരു ആവശ്യം വരില്ല. ഇപ്പൊ തന്നെ മറുപടി പറയാം. അങ്ങനെ ആവശ്യം വരില്ല. നമുക്ക് കണക്കെടുത്ത് നോക്കാവുന്നതേ ഉള്ളൂ. അതിന് തെറ്റിദ്ധാരണ വേണ്ട. കണക്കെടുത്ത് നോക്കാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ലല്ല, അവസാന റൗണ്ടിലെങ്കിലും എനിക്ക് ജനങ്ങൾക്ക് കുറെ നേരമായി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം എനിക്ക് കൂടി ബോധ്യപ്പെട്ടു എന്ന് താങ്കളെ അറിയിക്കണം. ഇല്ലെങ്കിൽ താങ്കൾ വീണ്ടും ഇത്തരത്തിലുള്ള പ്രവണത ആരംഭിച്ചുകൊണ്ടിരിക്കും. എന്നല്ല, താങ്കൾ ക്ഷണിച്ചത് 3 പേരെയാണ്. ഒന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി, മറ്റൊന്ന് CPM-ന്റെ പ്രതിനിധി, മറ്റൊന്ന് ജേർണലിസ്റ്റ്. ജേർണലിസ്റ്റ് എന്നല്ലേ എഴുതി കാണിക്കുന്നത്? കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. ഒരു ജേർണലിസ്റ്റ്, ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകനായി ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആളാണോ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ ഗുണ്ട എന്ന് വിളിക്കുന്നത്? ജേർണലിസ്റ്റ് ആയിട്ടിരിക്കുന്ന ആൾ. അത് നിങ്ങൾ കോൺഗ്രസ് 1, കോൺഗ്രസ് 2 എന്ന് അവിടെ എഴുതി കാണിക്കും. അതെ, ഇടഞ്ഞ ഞാൻ കൊമ്പനാ, കൊമ്പൻ കൊലയില്ലാത്ത കൊമ്പൻ പറഞ്ഞ് വിളിച്ചിരുത്തിയിട്ട് ഇവിടെ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ SFI അധിക്ഷേപിക്കുകയും കോൺഗ്രസിനെ പുകഴ്ത്തുകയും ചെയ്യാൻ വേണ്ടി 2 പേര് ചിലപ്പോൾ ആവശ്യമായിരിക്കും. ആർഷോയ്ക്കെതിരെ നിങ്ങൾ ഉയർത്തിയ വിവാദം പൊളിഞ്ഞ് പാളീശായി പോയപ്പം 2, 3, 5 പേരെ കൊണ്ട് ഇരുത്തിയാലേ ചിലപ്പോ ന്യായീകരിക്കാൻ പറ്റൂ. പക്ഷെ ജേർണലിസ്റ്റ് എന്നുള്ള എഴുത്തങ്ങ് മാറ്റ്. അല്ല, പക്ഷേ ശ്രീമതി ചിന്ത ഇപ്പോ ശ്രീ ആനന്ദ് ഇതിന് പകരം ആർഷോയെ പുകഴ്ത്തിയിരുന്നെങ്കിൽ താങ്കൾ ജേർണലിസ്റ്റായിട്ട് കിട്ടും. പ്രതികരിക്കുന്നത് ഏത് ഭാഷയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്? പാലക്കാട് നിന്ന് വന്നൊരു ഗുണ്ട ഇവിടെ എത്തി, എറണാകുളത്ത് എത്തി, അതേപോലെ മഹാരാജാസ് SFIയുടെ ചെങ്കോട്ടയെന്ന് എഴുതി വെച്ചതിൽ വിഷമിക്കുന്ന ഒരു ജേർണലിസ്റ്റ്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, നോക്കൂ, അവിടെ ഒരു ബാനർ മാത്രമല്ല, മഹാരാജാസിൽ നടന്നിട്ടുള്ള ബാനറുകൾ എഴുത്തിലെ സർഗാത്മകതയെ കുറിച്ച് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തതാണ്. ഓരോ കാലത്തും ഓരോ സംഘടനകൾ ഒരേ സമയത്ത് അവർ ബാനറുകളിലൂടെ മനോഹരമായി എഴുതും. അതിന് എതിർപ്പുള്ള അഭിപ്രായങ്ങൾ അതിസർഗാത്മകമായി അവർ അതിൽ രേഖപ്പെടുത്തും. അങ്ങനെയുള്ള ചർച്ചകൾ നടന്നിട്ടുള്ള നല്ല ഒരു ക്യാമ്പസിനെ, മഹാരാജാസ് പോലെ ഒരു ക്യാമ്പസിനെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന ഒരു ജേർണലിസ്റ്റിനെ ജേർണലിസ്റ്റ് എന്ന് വയ്ക്കാതെ കോൺഗ്രസ് 2 എന്ന നിലയിലേക്ക് നിങ്ങൾ അതിന്റെ താഴെ എഴുതി കാണിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഏതൊരു വിഷയം വന്നാലും അതിനകത്ത് നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം, നീതിപൂർവമായ അന്വേഷണം നടക്കണം. ഒരു സംരക്ഷണവും ആർക്കും ഉണ്ടാകില്ല. ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്ക് മേൽ അന്വേഷണം നടന്ന് കുറ്റക്കാരാണെങ്കിൽ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും. അതിനകത്തെങ്ങും യാതൊരു തരത്തിലുള്ള സംരക്ഷണമോ പാർഷ്യലായിട്ട് ഒരു ഇടപെടിയിലോ ഉണ്ടാകരുത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. കൃത്യമായി തന്നെ ആ വിഷയത്തിനകത്ത് നീതിപൂർവമായിട്ടുള്ള അന്വേഷണം നടക്കും. ഇപ്പോൾ തന്നെ നോൺ ബൈലബിൾ കേസ് എടുത്തിട്ടുണ്ട്. അതിനകത്തങ്ങും ന്യായീകരിക്കാനോ ഏതെങ്കിലും പക്ഷം ചേരാനോ ഞങ്ങൾ തയ്യാറാകുന്നില്ല. പക്ഷേ ഭയങ്കരം തന്നെ നമ്മുടെ സംഘടനയുടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ നിങ്ങൾ അഴിച്ചുവിട്ട ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഏറ്റവും കടുത്ത ആരോപണം ആ ചെറുപ്പക്കാരനെ മാനസികമായി തകർത്തതിന് ഒരു വട്ടം മാത്രം ആ വാർത്ത വായിച്ചു പോയ മനുഷ്യരുടെ മനസ്സിൽ ഇപ്പോഴും അയാൾ പരീക്ഷയ്ക്ക് കള്ള മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കി എന്ന നിലയിലല്ലേ കണക്കാക്കപ്പെടുക? അതിനൊന്നുമില്ലേ? എത്ര പേരോട് നിങ്ങൾ തിരുത്തി പറയും? എത്ര മാപ്പ് പറഞ്ഞാൽ മാറും? ഒരു ചെറുപ്പക്കാരനെ ഗുണ്ടയെന്ന് വിളിക്കുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ വീട്ടുകാർക്കുണ്ടാകുന്ന പ്രയാസം ഒരു വിദ്യാർത്ഥി നേതാവിനെയല്ലേ വിളിക്കുന്നത്? അപ്പൊ ഇതൊക്കെ ജേർണലിസ്റ്റ് എന്നുള്ള ടാഗ് ലൈനിൽ വന്നിരുന്നിട്ട് ഗുണ്ട എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ മനോരമ പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ചാനൽ അത്തരം കാര്യങ്ങൾക്കകത്ത് കുറച്ചുകൂടി സൂക്ഷ്മത കാണിക്കണം എന്നാണ് സൂചിപ്പിക്കാൻ. അതായത് ശ്രീമതി ചിന്ത അതിന് പകരം ആർഷോയെ പ്രകീർത്തിച്ച് 2 വാചകം പറഞ്ഞിരുന്നെങ്കിൽ ശ്രീ ആനന്ദ് കൊച്ചുകൂടി ജേർണലിസ്റ്റ് ആവുമോ? ഒരിക്കലും അല്ല. നിഷ്പക്ഷമായിരിക്കണം. നിഷ്പക്ഷമായ അഭിപ്രായം
ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഭാഗം നിൽക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മൾ കാണുക. കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നതിനേക്കാൾ എത്രയോ രൂക്ഷമായ ഭാഷയിലാണ് ഈ പ്രശ്നം പല വിഷയങ്ങളും വരും. ഇപ്പൊ CPM അല്ലെങ്കിൽ SFI പ്രതിരോധത്തിലായ ഒരു വിഷയത്തിൽ മിക്കവാറും ചോദ്യങ്ങൾ അവർക്കെതിരെയല്ലേ. അപ്പൊ മറുവശം ഒന്നിക്കും. ഇത് പലപ്പോഴും സംഭവിക്കില്ലേ? ഇത് പലപ്പോഴും സംഭവിക്കുന്നല്ലേ? സർക്കാരിനെതിരായിട്ട് നിലപാട് വരുമ്പോൾ കോൺഗ്രസിനും BJPക്കും ഒരേ അഭിപ്രായം പറഞ്ഞു എന്ന് വെച്ചാൽ അതെങ്ങനെയാ? അതങ്ങനെയല്ലേ വരിക? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ് BJP ഒരേ പാർട്ടിക്കാരാണ്. കോൺഗ്രസും BJP അല്ലല്ലോ, നിങ്ങൾ ജേർണലിസ്റ്റ് അല്ലല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ SFIക്കാർക്കെതിരെ ആവുമ്പോ സ്വാഭാവികമല്ലേ ആ കോൺഗ്രസിന്റെ അഭിപ്രായത്തോട് ചേർന്ന ഒരു മാധ്യമപ്രവർത്തന അഭിപ്രായം ഉണ്ടാവുന്നത്. സംസാരിച്ചോ? അപ്പൊ ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇതിപ്പോ 1 മണിക്കൂർ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളുണ്ടല്ലോ, അവർ വിലയിരുത്തട്ടെ, അവർ ആ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. എന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള അഭിപ്രായം, എന്റെ നിലപാട്, അത് ഞാനിവിടെ പറഞ്ഞു. ജനങ്ങൾ വിലയിരുത്തട്ടെ. അത് സംബന്ധിച്ച് കൂടുതൽ ശരി, ആ കാര്യത്തിൽ എന്തായാലും ശ്രീ ആനന്ദ് തന്നെയാണ് മറുപടി ഉള്ളത്. അദ്ദേഹത്തിന് 1 മിനിറ്റ് കൊടുക്കാം. അതിനുമുമ്പ് ശ്രീ രാജു. ഇപ്പൊ ഒറ്റ കാര്യം, പക്ഷേ ശ്രീമതി ചിന്ത, ഈ സമയത്തെക്കുറിച്ച് തർക്കം ഉണ്ടാവരുത്. താങ്കളൊന്ന് ഡിവൈഡ് നോക്കണം ഈ ചർച്ച നോക്കിയാൽ. കാരണം അങ്ങനെ ഒരു പക്ഷപാതം ഉണ്ടായെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാനോട് യോജിക്കില്ല. ശ്രീ ഇതൊരു നടക്ക് പോണ മാതിരില്ല ആണ്. പക്ഷെ ഒരേ നിലപാട് പറയുന്ന 2 പേർക്ക് അതൊക്കെ സ്വാഭാവികം. താങ്കൾ ഒരു പക്ഷേ ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്ത് അത്ര സജീവമല്ലാത്തതുകൊണ്ട് അത് മനസ്സിലാവാത്ത മാത്രം ശ്രീമതി ചിന്ത. നമ്മൾ തർക്കിക്കണ്ട. അയ്യപ്പദാസ്, ഇവിടെ ഈ പറഞ്ഞ ഇരവാദം, ഈ ആശ്രയിക്കുന്നുണ്ടായ മാനസിക വിഷമത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതിനു മുമ്പ് നമ്മളിത് കേട്ടിട്ടുള്ളത് ഈ ശിവരഞ്ജന്റെ കേസിലാണ്. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ശിവരഞ്ജൻ കേസിൽ വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ PSC റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ച് അനാവശ്യമായ വിവാദം ഉണ്ടാക്കുന്നു വളരെ വൈകാരികമായി പ്രതികരിച്ച നമുക്ക് ഓർമ്മയുണ്ട്. എന്തായി? അവസാനം PSC റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ അട്ടിമറി നടത്തിയ കേസിലല്ലേ ശിവരഞ്ജിത്തും നിസാമും കിടക്കുന്നത്. ഈ SFIയുടെ സർഗാത്മകതയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മഹാരാജാസ് കോളേജിൽ ഒരു സർഗാത്മകത നടന്നായിരുന്നു. പ്രിൻസിപ്പലിന്റെ കസേര പുറത്തിട്ട് കത്തിച്ചു. പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഒരു സർഗാത്മകത നടന്നായിരുന്നു. അന്ന് MA ബേബി ആണെന്നാണ് തോന്നുന്നത് സർഗാത്മകതയെ കുറിച്ച് പറഞ്ഞത്. ഒരു പ്രിൻസിപ്പലിന്റെ ശവകുടീരം ഉണ്ടാക്കിയിട്ട് എന്തിനാണ് വെറുതെ ചിന്ത? ഞങ്ങളെ കൊണ്ടൊക്കെ ഈ ജേർണലിസ്റ്റ് എന്ന ടാഗിൽ വന്നാൽ അവിടെയും ഇവിടെയും തൊടാതെ 2 പക്ഷത്തെയും ഒപ്പം തടവിക്കൊണ്ട് സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ. വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നിലപാടെടുക്കുന്ന ആളാണ്. എനിക്ക് നിലപാടുള്ള ആളാണ് ഞാൻ. ഒരേ സമയം കോൺഗ്രസിനെയും ഞാൻ നിരീക്ഷകനല്ല, ഞാൻ നിലപാടുള്ള ആളാണ്. ഈ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? വിഷയത്തിൽ എന്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എന്റെ ഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ കേരളത്തിലെ കലാലയങ്ങളിൽ പഠിക്കാൻ അവസരം കിട്ടിയില്ല. ഞാൻ ദില്ലി യൂണിവേഴ്സിറ്റിയിലും ഇംഗ്ലണ്ടിലും ഒക്കെയാണ് എന്റെ കോളേജ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.